വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാറ ജോസഫ് എഴുതിയിരിക്കുന്ന കറ എന്ന പുതിയ നോവലാണ്. കറ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കറണ്ട് ബുക്സ് തൃശ്ശൂരാണ്. ഇതിൻ്റെ വില 875 രൂപയാണ്. ഇതൊരു ഹാർഡ് ബൗണ്ട് ബുക്കാണ്. ഈ പുസ്തകം ഇങ്ങനെ പിടിച്ചു വായിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഹാർഡ് ബൗണ്ടിന് ഇതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ്. ബൈബിൾ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ബൈബിൾ പശ്ചാത്തലത്തിൽ ഇത് പറയുന്നത് നോഹയുടെ കാലം തൊട്ടിട്ടുള്ള ചെറിയ പരാമർശത്തോടു കൂടിയിട്ടൊക്കെയാണ് കഥ തുടങ്ങുന്നത്. നോഹയുടെ നമുക്കറിയാം, നോഹയുടെ ആർക്ക് നമ്മൾ പെട്ടകം ഉണ്ടാക്കി അത് ഭൂമി മുഴുവൻ തകർത്ത് കളഞ്ഞു എന്നുള്ള കഥയൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ ആ കഥയും ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ആ കഥയിൽ നിന്ന് അബ്രഹാമിൻ്റെ നോഹയുടെ വംശാവലി അബ്രഹാമിൽ നിന്നും ലോത്തും ഉണ്ടാവുന്നതും ആ ലോത്തും അബ്രഹാമിൻ്റെയും കഥയാണ് പിന്നെ ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളിത് ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ഈ കഥ, അതായത് ഈ നോഹയുടെ പേടകം തൊട്ട് പിന്നെ ഈ ലോത്തിൻ്റെയൊക്കെ കഥ വരുന്നത് ഒരു 3-4 പേജാണ്. ആ ചെറിയ ഒരു ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഒരു കാര്യത്തിനെ, അതായത് അത്രയും കഥയിനെയാണ് ഈ എഴുത്തുകാരി വളരെ മനോഹരമായിട്ട് കറ എന്ന പുസ്തകമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ട് ഓരോരുത്തരുടെയും തോട്ട് പ്രോസസ്സൊക്കെ വളരെ ഭംഗിയായിട്ട് ഓരോരുത്തരുടെയും ചിന്താഗതികളൊക്കെ വളരെ മനോഹരമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എഴുതിയ രീതി തേർഡ് പേഴ്സൺ ഒംനിഷ്യൻ്റ് എന്നുള്ള ഒരു രീതിയിലാണ്. നമുക്ക് തേർഡ് പേഴ്സൺ 2 തരത്തിൽ എഴുതാം. ഒന്ന് തേർഡ് പേഴ്സൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം, പിന്നെ ഒന്ന് തേർഡ് പേഴ്സൺ ഒംനിഷ്യൻ്റ്. തേർഡ് പേഴ്സൺ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തേർഡ് പേഴ്സണിൽ മെയിനായിട്ട് ഉള്ള മെയിൻ കഥാപാത്രം ഉണ്ടാവും. ഇപ്പോൾ ലിമിറ്റഡിൽ അതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കഥ പറയുകയാണെങ്കിൽ മെയിൻ ഒരു ക്യാരക്ടർ, അതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എഴുത്തുകാരൻ്റെ ചിന്താഗതി എന്നൊക്കെ പറയുന്ന പോലെ മെയിനായിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ തലയിലാണ് അതേ വായനക്കാരൻ ജീവിക്കുന്നത്. അയാൾ ചിന്തകളും അയാൾ കാണുന്നതുമാണ് തേർഡ് പേഴ്സൺ ലിമിറ്റഡിൽ വരുന്നത്. ഈ തേർഡ് പേഴ്സൺ ഒംനിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഇത് നമുക്കൊരു അതായത് എല്ലായിടത്തും പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ആൾ എന്നുള്ള പോലെ, ദൈവത്തെ പോലെയൊക്കെയുള്ള ഒരു അതായത് നമ്മൾ പറയുക ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ ഡ്രോൺ വ്യൂ ഒക്കെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ബേർഡ്സ് ഐ ഒക്കെ കാണുന്നത് പോലെ നമ്മളെല്ലാവരുടെയും ചിന്തകൾ കാണുന്നുണ്ട്. എല്ലാ കഥാപാത്രം, ഇപ്പോൾ അബ്രഹാമിൻ്റെ ചിന്തകൾ കാണുന്നുണ്ട്, ലോത്ത് കാണുന്നുണ്ട്, ലോത്തിൻ്റെ ഭാര്യ ഈഡിത്തിൻ്റെയും സാറായുടെയും എല്ലാവരുടെയും ചിന്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെന്താ പറയുക, വേറെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഹെഡ് ഹോപ്പിംഗ് എന്ന് പറയും. നമ്മൾ കുറച്ച് നേരം അബ്രഹാമിൻ്റെ തലയിലിരുന്ന് അബ്രഹാമിൻ്റെ ചിന്തകൾ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത് തന്നെ ലോത്തിൻ്റെ ചിന്തകളിലേക്ക് മാറും. അപ്പോൾ അങ്ങനെയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം തുടക്കത്തിൽ വായിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു കഥാ പരിസരം മനസ്സിലാക്കാൻ കുറച്ച് ഒരു ഇതാണ്. കാരണം കുറേ ആളുകളുടെ കഥകൾ പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കാലം പറയുന്നത്, അതായത് ഇതിനകത്ത് കാലം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അബ്രഹാമിന് ഇസഹാക്ക് ഉണ്ടായതിന്, അപ്പോൾ അത്രയും നാൾ ലോത്ത് ഒരു ഗുഹയിൽ ജീവിക്കുകയാണ് എന്ന്. അപ്പോൾ അതെത്ര കാലം ഇസഹാക്കിന് ഇത്ര വയസ്സ്. പക്ഷേ ഇതൊക്കെ പറയാനായിട്ട് ബൈബിളിൽ ഇതൊന്നും പറയുന്നില്ല. വളരെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു 4-5 പേജേ ഉള്ളൂ. അപ്പോൾ ഇത് ബൈബിൾ പറയില്ല. അപ്പോൾ ഈ എഴുത്തുകാർ ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. കുറേ ഈ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട്, അതായത് ഇപ്പോൾ നമ്മൾ ഓൾഡ് ടെസ്റ്റമെൻ്റ്, അതായത് പഴയ നിയമം എന്ന് പറയുമ്പോൾ 39 പുസ്തകമാണ്. അപ്പോൾ അതിലത്തെ ആദ്യത്തെ 5 പുസ്തകമാണ് തോറ, ജൂതന്മാരുടെ പുസ്തകമായ തോറ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് റെഫറൻസുകളും ഒരുപാട് യൂട്യൂബ് ചാനൽസും ഒരുപാട് പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ വായിച്ചിട്ടാണ് ഇത് ഇത്രയും മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ ഇതിനകത്തൊരു നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ലോ ആയിട്ടാണ് കഥ പോകുന്നത്. അല്ലാതെ നമുക്കൊരു ത്രില്ലർ വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു റൊമാൻസ് നോവൽ വായിക്കുന്നത് പോലെയോ പെട്ടെന്ന് കഥകൾ മാറുന്നില്ല. കുറേ ആളുകളുടെ സങ്കടങ്ങളിലൂടെയും അതിൽ സ്ത്രീകളുടെയൊക്കെ സങ്കടങ്ങളിലൂടെ പതുക്കെ അവരുടെ വിഷമങ്ങളിലൂടെയൊക്കെ പതുക്കെയാണ് സ്ലോ പേസിംഗ് ആയിട്ടാണ് ഈ നോവൽ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കുറച്ച് എടുക്കും. പിന്നെ നമുക്ക് ഇതിൽ എനിക്ക് വന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ,
ഞാൻ ഇതിൽ എന്താണ് ഇപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലത്തെ എന്താ പറയുക റുപ്പി, അതായത് കാശിൻ്റെ കാര്യം, അല്ലെങ്കിൽ അന്നത്തെ ചെടികളുടെ കാര്യം, അല്ലെങ്കിൽ അന്നത്തെ ആചാരങ്ങളുടെ കാര്യം, അല്ലെങ്കിൽ അന്നത്തെ ദൈവങ്ങളുടെ കാര്യം വരുമ്പോൾ അപ്പോൾ നമുക്ക് ഈ സംശയം വരുമ്പോൾ നമ്മൾ ഇതെടുത്ത് ഗൂഗിളിലോ എവിടെയെങ്കിലും ഇട്ട് ഇതെന്താ ഇപ്പോൾ എന്താണ് എന്നറിയാൻ, കറണ്ട് അല്ലെങ്കിൽ ഈ രാജ്യം എവിടെയാണ് അല്ലെങ്കിൽ ഈ സ്ഥലം എവിടെയാണെന്നൊക്കെ അറിയാനായിട്ട് നമ്മളും കുറച്ച് റിസർച്ചുകൾ നടത്തും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു വിശേഷം. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് പറയുന്നത് നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫത്ത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അവർ എന്താണ് ആ പേടകത്തിൽ നിന്ന് ഇറങ്ങി അവരാണ് പിന്നെ വംശം വർദ്ധിപ്പിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് കർഷകരും മാട്ടിടയന്മാരുമായിട്ട് അവർ വംശം വലുതാക്കി അവർ ഭയങ്കര സമ്പന്നതയിലും ഒക്കെ ജീവിക്കുമ്പോൾ നോഹയുടെ നഗ്നത ഹാം എന്ന പുത്രൻ കാണുകയും അവൻ വന്നിട്ട് മറ്റ് സഹോദരന്മാരോട് പറയുമ്പോൾ അവർ കണ്ണടച്ച് പൊതുപ്പ് വിരിച്ചു കൊടുത്ത് അവൻ്റെ നഗ്നത മറിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നോഹ ഈ ഹാമിനെ ശപിക്കുന്നതന്നെ, ഹാമിനെ അല്ല ശപിക്കുന്നത്, ഹാമിൻ്റെ മകനായ കാനാനെയാണ് ശപിക്കുന്നത്. അപ്പം അങ്ങനെ ഹാമിൻ്റെ മകനായ കാനാനെ ശപിച്ചു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ ഈ ഹാനാൻ എന്താണ് ബാക്കിയുള്ള, അതായത് നോഹയുടെ ബാക്കി പുത്രന്മാരുടെ വംശമായിട്ട് ഒരിത്തിരി എന്താണ് ഒരു യുദ്ധമല്ല, ഒരു ടഗ് ഉണ്ട്, അവർ തമ്മിൽ ഒരു വെറുപ്പ് അവർ തമ്മിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൽ ഈ ഷേം ഹാമിനെയാണല്ലോ ശപിച്ചത്. അപ്പോൾ ഈ ഷേമിൻ്റെ പുത്രന്മാരാണ് മീൻസ് അതിൻ്റെ വംശമാണ് അബ്രഹാം വരുന്നത്. ഷേമിൻ്റെ പുത്രനാണ് നാഹോർ, നാഹോറിൻ്റെ പുത്രനാണ് തേരഹിൻ്റെ പുത്രനാണ് അബ്രഹാം, ഹാരാൻ എന്നുള്ളതാണ് തേരഹിൻ്റെ മക്കൾ. അപ്പോൾ ഈ ഹാരാൻ്റെ മകനാണ് ലോത്ത് വരുന്നത്. അപ്പോൾ സഹോദരപുത്രനാണ് ലോത്ത് വരുന്നത്. അപ്പോൾ ഈ എന്താണ് തേരഹും എന്താണ് ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. അപ്പം അന്ന് കാലത്ത് യാഹ്വേ അല്ലെങ്കിൽ അദോണായി എന്നാണ് നമ്മൾ ഏകദൈവമായ കർത്താവിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ കർത്താവിനെ വിശേഷിപ്പിക്കുമ്പോൾ അബ്രഹാമും ലോത്തും ഒക്കെ ഈ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. പക്ഷെ തേരഹിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കാനാന്റെ വംശത്തിലുള്ള നിമ്രോദ് ഒരു വെറുപ്പുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം നിമ്രോദ് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഈ തേരഹിനെയും ഹാരാനെയും കൊല്ലും. അപ്പോൾ അനാഥനായി പോയ ലോത്തിനെ എടുത്തു വളർത്തുന്നത് അബ്രഹാമാണ്. അങ്ങനെ അബ്രഹാമും ലോത്തും കൂടിയിട്ട് ഇവർ കർഷകരും എന്താണ് ആട്ടിടയന്മാരും ഒക്കെ ആയിട്ട് ഇവരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു. പിന്നെ ഇവർ മറ്റേ പലായനങ്ങൾ ഇഷ്ടംപോലെ ചെയ്യും ഒരു രാജ്യത്ത് നിന്ന് ഒരു രാജ്യത്ത്. കാരണം വാഗ്ദത്ത ഭൂമി അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഭൂമിയിലേക്ക് എത്തണമല്ലോ. അപ്പോൾ ഇവർ കുറേ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിച്ച് ജീവിക്കും. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് മോശമാവുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ വേറെ സ്ഥലത്തേക്ക് ഇവർ പലായനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ ഈ ലോത്തിൻ്റെ ആട്ടിടയന്മാരും അബ്രഹാമിൻ്റെ ആട്ടിടയന്മാരും തമ്മിൽ ഒരു ചെറിയ ഒരു കലഹമൊക്കെ തുടങ്ങിയപ്പോൾ അബ്രഹാം പറഞ്ഞു, ഇനി നീ ഇവിടെ നിൽക്കണ്ട, നീ വേറെ രാജ്യത്ത് പോയി താമസിക്കുക, വെറുതെ നമ്മൾ തമ്മിലൊരു ശത്രുത വേണ്ടായിരുന്നു. അങ്ങനെ ലോത്ത് പോകുന്നത് സോതോമിലാണ്. അപ്പോൾ സോതോം എന്ന് പറഞ്ഞാൽ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് തന്നെ സോതോമിൻ്റെ സമ്പന്നതയിൽ നിന്നുള്ള ഒരു കാര്യമൊക്കെ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾ കരയാതിരിക്കാനും പിന്നെ പണിക്കാരത്തി കുറേ അടിമകളായിട്ടുള്ള ഒരു പണിയെടുക്കാനും ഒക്കെ അവർക്ക് കറുപ്പ് എന്ന് പറഞ്ഞാണ്. ഈ റോഷേ ചെടിയുടെ കായയിൽ നിന്നാണ് ഈ കറുപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റോഷേ എന്താണെന്ന് അറിയാനായിട്ട് ഗൂഗിൾ, അപ്പോൾ ഒരു പോപ്പി ചെടിയാണ്. അപ്പോൾ അതിന് ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുമ്പോൾ മീൻസ് ആ പൂക്കളിൻ്റെ ഇതളുകളൊക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ അതിൽ ഒരു കായുണ്ട്. ആ കായ കൊണ്ട് ചെറിയ കുട്ടികളെയാണ് പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ പണിക്ക് നിർത്തുന്നത്. കണ്ണ് കെട്ടിയിട്ടൊക്കെയാണ് ആ സ്ഥലത്തേക്ക് ന്യായാധിപന്മാരാണ് ആ എന്താ പറയുക തോട്ടങ്ങൾ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതിന് കൈക്കാരന്മാരുണ്ട്. അപ്പോൾ ചാട്ടവാറടിയൊക്കെ കൊണ്ടിട്ടാണ് ഈ കുഞ്ഞു കുട്ടികളെ, ഒരു 8ഉം 10ഉം വയസ്സൊക്കെയുള്ള കൊച്ചുങ്ങളെയാണ് അവിടെ കൊണ്ടുപോയിട്ട് ഈ കറ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ റബ്ബറിൻ്റെ കറ പോലെ ലാറ്റക്സ് പോലെ. അപ്പോൾ ഈ കായയിൽ ചെറിയ മുറിവുകൾ വരുത്തുമ്പോൾ അതിൽ നിന്ന് ഒരു പാല് ഒഴുകി വരും. ആ പാല് ഒഴുകി വരുന്നത് പിറ്റത്തെ ദിവസമാകുമ്പോഴത്തേക്കും അത് കറക്കും. അങ്ങനെയാണ് ആ കറുപ്പായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ ഭയങ്കര സുരക്ഷിതമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ തോട്ടം സൂക്ഷിക്കുന്നത്. അപ്പോൾ അവരുടെ നഖത്തിലോ അണ്ടർആംസിലോ ഗുഹ്യഭാഗത്തോ ഒന്നും ഈ കറുപ്പ് അവർ ഒരു തരി പോലും കടത്താൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് 30 ശേക്കൽ കാശ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരിക. പക്ഷെ ഇവർ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ അവിടെ പുകച്ചിരുന്നതും കൂടി കൂട്ടിയിട്ട് ആ കാശും കൂടി കുറച്ചിട്ട് ആകെ 10 ശേക്കലൊക്കെ ഇവർക്ക് കൂലി കൊടുക്കുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ സാധാരണ മറ്റു ജോലികളെക്കാളും
കൂടുതൽ വരുമാനം ഇതിനുണ്ട് എന്ന് അറിഞ്ഞിട്ട് കുറേ കുട്ടികൾ വരികയും അങ്ങനെ എന്താണ് ഈ കറുപ്പ് എന്നുള്ളത് ആ കറുപ്പ് വിൽപ്പനയിലൂടെയൊക്കെയാണ് ഈ സോതോം എന്താണ് ഭയങ്കരമായിട്ട് സമ്പന്നതയിലാണ്. അപ്പം ആ സോതോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ധനികരെപ്പോഴും ധനികരാവുകയും പാവപ്പെട്ടവരെപ്പോഴും പാവപ്പെട്ടവരായിട്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ എന്താണ് കാശ് കൂടുതൽ ചോദിക്കുകയാണ്, അതായത് ടാക്സ് ചുങ്കം ചോദിക്കുമ്പോൾ ഈ ദരിദ്രർക്ക് അത് കൊടുക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ ദരിദ്രനെ പട്ടാളക്കാർ കൊണ്ടുവന്ന് ചാട്ടവാറടിയും അവരുടെ എല്ല് പൊടിയുന്നത് പോലെ അവരെ ഉപദ്രവിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ല് പൊടിയുന്നത് പോലെ അവർ, പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല, അവരുടെ കയ്യിൽ കൊടുക്കാനില്ലാഞ്ഞിട്ടാണ് ദൈവത്തിന്. അപ്പം ഇവരെന്താണ് ഈ ബാൽ ദൈവം അല്ലെങ്കിൽ സിൻ ദൈവം, അശേറ, അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ ഇവർക്കുണ്ട്. അപ്പം മഴ കുറഞ്ഞത് കൊണ്ടാണ് അപ്പോൾ ഇവർ ആദ്യജാതനെ ബാൽ ദൈവന് ഏതെങ്കിലും ഒരാൾ നേർന്നിട്ട് സ്വന്തം പുത്രനെ, അതൊരു കൊച്ചിനെ ബലി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ യഹോവ എന്താണ്, അതായത് അതോണായി ഏകദൈവം പറയുന്നത് ചെയ്യരുത് എന്നുള്ളതാണ്. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവർ അത് ചെയ്യരുത്. അപ്പോൾ പറയുന്നുണ്ട് അന്ന് ആട്ടിൻകുട്ടീനെയും കാളക്കുട്ടീനെയും കൊല്ലുക. അപ്പോൾ ഇതിനകത്ത് സ്ത്രീകളായിട്ടുള്ളവർ ചോദിക്കുന്നുണ്ട്, അതായത് ലോത്തിൻ്റെ മക്കളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ അത് ജീവനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലും സ്ത്രീകളുടെ ആ ഒരു എന്താണ് ബുദ്ധിയും ചിന്താശേഷിയും അന്നും ഈ പുസ്തകത്തിൽ കറക്റ്റായിട്ട് കാണിക്കുന്നത്, അതും ജീവനാണല്ലോ എന്നും. അങ്ങനെയാണ് ഈ എന്താണ് ദൈവത്തിൻ്റെ മുന്നിൽ ചോര അർപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഈ സർക്കംസിഷൻ എന്ന് പറഞ്ഞിട്ട് പരിച്ഛേദനം ആണുങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് യഹോവയുടെ മുന്നിൽ അങ്ങനെ ഒരു കാര്യം തുറന്നു വെക്കുന്നത്, യഹൂദന്മാർ അത് തുടങ്ങി വെക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിനെ പറ്റിയിട്ടാണ് ഈ കഥ പറയുന്നത്. അപ്പം ഇതിനകത്ത് നീതിമാന്മാരെ തെരഞ്ഞിട്ടാണ് ഈ കർത്താവിൻ്റെ ദൂതന്മാർ സോതോമിലെത്തുന്നത്. സോതോമിലെത്തുമ്പോൾ ലോത്ത് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത്, മൊത്തം നശിപ്പിക്കരുത്. ലോത്ത് എന്നിട്ട് ലോത്തിനെ പരിചയമുള്ളവരോടൊക്കെ അവിടുന്ന് രക്ഷപ്പെടാൻ പറയുന്നുണ്ട്, പക്ഷെ അവരൊന്നും പോകുന്നില്ല. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കാതെ ഓടണം എന്നുള്ളതാണ്. പക്ഷേ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കുകയും ഈടിത്ത് അവിടെ കൽത്തൂണായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ നഗരം നശിച്ചു, സോതോം നശിച്ചു. അവിടെ നിന്ന് ഓടിപ്പോയ ലോത്തും ലോത്തിൻ്റെ ഭാര്യയും ഒക്കെ ലോത്തിൻ്റെ മക്കളും കൂടിയിട്ട് ഒരു ഗുഹയിലെ ഉള്ളിൽ തമിഴാണ്. അവർക്ക് വസ്ത്രമില്ല, ഭക്ഷണമില്ല. അപ്പോൾ ബാർലി ചെടികളും ഒക്കെ നനച്ച് വളർത്തി അങ്ങനെ ഒരു ഭയങ്കര പ്രാകൃതമായി ഭയങ്കര സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ അവരിങ്ങനെയൊക്കെ ജീവിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഇതിവൃത്തം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ കറ എന്നുള്ള പേര് വന്നേക്കുന്ന ഒരുപാട് കറകൾ ഉണ്ട്. അതായത് നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ പുരുഷാധിപത്യത്തിൻ്റെ കറയുണ്ട്. ഇപ്പം ഇതിനകത്ത് എന്താണ് ചാർച്ചക്കാരായിട്ടുള്ളവരുമായിട്ട് ലൈംഗിക ബന്ധം പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുരുഷന്മാർക്കാവാം, സ്ത്രീകൾക്കാവില്ല. അപ്പോൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള ചോദ്യത്തിന് അബ്രഹാം സംസാരിക്കുന്നില്ല. പിന്നെ അതുപോലെ സാറ ഭയങ്കര സുന്ദരിയാണ്, ഞാൻ പറഞ്ഞല്ലോ, പലായനം ചെയ്യും. അപ്പോൾ ഈജിപ്തിലെത്തുമ്പോൾ സാറ സുന്ദരി ആയതുകൊണ്ട് ഭർത്താവാണെന്ന് പറഞ്ഞാൽ ഭർത്താവിനെ കൊന്നിട്ട് സ്ത്രീയെ സ്വന്തമാക്കുകയാണ് അന്നത്തെ. അപ്പോൾ പറയും നീ എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ സാറായിനെയും കൊണ്ട് അബ്രഹാമിനെ അങ്ങനെ 2 പ്രാവശ്യം എത്രയോ 4 ഫറവോൻ്റെ വീട്ടിൽ അവളുടെ കൂടെ ഈ സാറായി ജീവിക്കുകയാണ്. അതിൽ സ്വത്തും കാര്യങ്ങളൊക്കെ ഈ സന്തോഷത്തിൽ ഫറവോ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അബ്രഹാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അന്നത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ സദാചാരം, അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ശരീരം മാത്രമാണ്. പുരുഷന് വേണ്ടിയിട്ട് എന്താ പറയുക ജോലി ചെയ്യുക, അവൻ്റെ മറ്റേ ലൈംഗിക സുഖങ്ങളും പിന്നെ അവന് വേണ്ടി വംശം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലഘട്ടം. അപ്പോൾ അത് എന്താണ് ഭയങ്കര നീതിമാനായിട്ടുള്ള എല്ലാം നീതിമാനായിട്ട് ചെയ്യുന്ന കർത്താവും ഒന്നും മിണ്ടുന്നില്ല. അബ്രഹാമും അത് സ്വപ്നത്തിൽ വന്ന് അബ്രഹാമിന് വന്ന് പറയുന്ന സ്വപ്നത്തിലാണ്. അപ്പോൾ അതിലൊന്നും ഇവർ സംസാരിക്കുന്നേ ഇല്ല. അപ്പോൾ പുരുഷന് എന്താണ് 2 ഭാര്യയും 3 ഭാര്യയൊക്കെ ആവും, സ്ത്രീകൾക്ക് അത് പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് മതത്തിൻ്റെ ഒരു കറ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ദൈവങ്ങളുണ്ട്. ഇപ്പം യഹോവയും അത്രയും പുണ്യാളനൊന്നല്ല, ആൾക്കും എന്താണ് ഈ ആദ്യജാതനെയും അല്ലെങ്കിൽ ആ കട്ടിൻകുട്ടിയേനെയും അല്ലെങ്കിൽ ആ വിളവും ഒക്കെ കൊടുക്കണം, നമ്മൾ കാഴ്ച കൊടുക്കണം, എന്നാലേ അദ്ദേഹവും പ്രസാദിക്കുകയുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാൽദേവിന് എല്ലാവർക്കും ആദിജാതന, എന്നിട്ട് പിന്നെ വിഗ്രഹങ്ങളായിട്ട് വെച്ചിട്ടാണ്, ഓരോ വിഗ്രഹങ്ങളാണ്. യഹോവയ്ക്ക് പിന്നെ എന്താണ്, രൂപമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസം. മതത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് പറയുന്നത് വളരെ കഠിന ഹൃദയനും അസഹിഷ്ണുവായിട്ടുള്ള ഒരു കർത്താവിനെയാണ് ഇതിനകത്ത് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ നോഹയുടെ പെട്ടകമായാലും ബാബേൽ ഗോപുരം ഭാഷ ചിതറിപ്പിക്കുന്നതായാലും സോദോം നശിപ്പിക്കുന്നതായാലും നീതിമാന്മാരില്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് മിഹാൽ, അതായത് ലോത്തിൻ്റെ മക്കളായ മിഹാലും ലേയും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ജനിച്ച കുട്ടികൾ, മീൻസ് ആ സമയത്ത് ജനിച്ചിട്ടുള്ള കുട്ടികൾ, 1 വയസ്സോ 2 വയസ്സോ ആയ കുട്ടികൾ, അവർക്ക് എന്ത് നീതി, അവർക്ക് എന്ത് ബോധം, അവർ ഇതിനെപ്പറ്റി, പാപങ്ങളെ പറ്റി ഒന്നും അറിയുന്നത് പോലും ഇല്ലാത്തവരല്ലേ, അപ്പോൾ അവരെന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ലോത്തൊരു നീതിമാനാണോ എന്നുള്ളതാണ് പിന്നത്തെ ഒരു ചോദ്യം വരുന്നത്. പക്ഷേ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ലോത്തൊരു നീതിമാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ, അതായത് ഈ പഴയ നിയമത്തിൽ കണ്ണിന് പകരം കണ്ണ്, ചോരയ്ക്ക് പകരം ചോര എന്നുള്ളതാണ് കർത്താവ് പറയുന്നതെങ്കിലും പുതിയ നിയമമായപ്പോൾ ഒരു കവളത്തടിക്കുന്നവന് മറ്റേ കവളും കൂടി കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത്. സ്നേഹമാണ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് എന്താണ് ഭാവി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ പറയും ക്രിസ്തുവിന് മുമ്പുള്ള പഴയ നിയമത്തിലത്തെ കാര്യമാണ് ഈ പറയുന്നത് എന്ന് പറയും. പക്ഷെ അത് വെച്ച് നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ അതിലൊരു വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അന്നും സ്ത്രീകളുടെ അവസ്ഥയും മതവും സദാചാരവും പുരുഷാധിപത്യവും അന്ന് എങ്ങനെയുണ്ടായിരുന്നു, അതിന് വേണമെങ്കിൽ ഒരു തുണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഇപ്പോഴും അതുപോലെ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മനോഹരമായിട്ടുള്ള കറ എന്ന നോവലിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമാവും. കാരണം ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഇതിൻ്റെ ഭാഷ ഒരു ബൈബിൾ ഭാഷയുടെ ചായയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ പഴയ നിയമം, അതായത് പുതിയ നിയമമല്ല, പഴയ നിയമത്തിൻ്റെ ചായയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതൊക്കെ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഭാഷയായാലും പിന്നെ ഇതിനകത്ത് സാറാ ജോസഫ് റിസേർച്ച് നടത്തി ഓരോ കാര്യങ്ങൾ അത് പഠിച്ചെടുത്തിട്ട് വേണം ഇത് എഴുതാനായിട്ട്. അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ട് ഉള്ള ഒരു നോവലാണ് കറ. അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.